വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ സമയം ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവെഴുത്ത് കേൾക്കുവാൻ നമുക്കൊരിക്കൽ കൂടെ നമ്മുടെ ശരീരത്തിൽ ആയുസ്സിനെ ശേഷിപ്പിച്ച അരുമനാഥനായ ദൈവത്തെ സന്തോഷത്തോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ വിർച്വൽ മീറ്റിങ്ങിലേക്ക്, ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് പ്രതീക്ഷയോടെ ജോയിൻ ചെയ്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. എനിക്കെൻ്റെ ദൈവത്തിൽ വിശ്വാസമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്ന അളവിൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ഈ സന്ദേശം കേൾക്കുന്നത് പാഴായി പോകുകയില്ലെന്ന്, അതിൽ ഫലമുണ്ടാകുമെന്ന്, അതിൽ നിങ്ങൾക്കുള്ള മറച്ചു വച്ചിരിക്കുന്ന മന്ന ദൈവം താങ്കളെ ഏൽപ്പിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയമൊട്ടും തന്നെ പാഴാക്കാതെ നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടുകൂടെ ദൈവവചനത്തെ ശ്രവിക്കുക. പൂർണ്ണ ശ്രദ്ധയോടുകൂടെ ദൈവവചനത്തെ ശ്രവിക്കുക. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇപ്പോഴും പറയുന്നു, ഒരു ദിവസത്തെ മുഴുവൻ പ്രസംഗവും ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് മാത്രമാകണമെന്നില്ല. ആ മുഴുവൻ പ്രസംഗത്തിലെ, മുഴുവൻ സന്ദേശത്തിലെ ഭാഗങ്ങളായി ദൈവം കൂടി വന്നിരിക്കുന്ന പലർക്കായി നുറുക്കുന്ന അപ്പങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് കൃപാവരങ്ങൾ 9 കൃപാവരങ്ങളും കൊടുക്കുന്നവരുമുണ്ട്, എന്നാൽ ആത്മാവിനെ പകുത്ത് പ്രാപിച്ചിരിക്കുന്നവരുമുണ്ട് എന്നതുപോലെ ഒരു ദിവസത്തെ സന്ദേശം പൂർണ്ണമായിട്ടും അതൊരു വ്യക്തിയോട് മാത്രമാകണമെന്നില്ല, ആയിക്കൂടായികയുമില്ല. എന്നാൽ എവിടെയോ നിങ്ങൾക്ക് വേണ്ടി മറഞ്ഞിരിക്കുന്ന ഒരംശത്തെ നിങ്ങൾ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവവചനം കേൾക്കാൻ താല്പര്യത്തോടെ ഇരിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സന്ദേശങ്ങൾ പരമാവധി നിങ്ങളെല്ലാവരും യൂട്യൂബിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് കഴിയുന്ന അത്രയും ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ വിലയുള്ള ഒരു മനുഷ്യൻ ആയേ മതിയാകൂ. സമൂഹത്തിൽ വിലയുള്ള ഒരു മനുഷ്യനാകാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. നെയ്ബേഴ്സിൻ്റെ മുമ്പിൽ വിലയുള്ള മനുഷ്യരായി തുടരുവാൻ പരിശ്രമിക്കാറുണ്ട്. ബന്ധുജനങ്ങളുടെ മുൻപിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, സമപ്രായക്കാരുടെ മുമ്പിൽ വിലയുള്ള ഒരു മനുഷ്യനായി, വ്യക്തിത്വങ്ങളായി തുടരുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിലും ഓരോ സൃഷ്ടികളും വിലയുള്ളതായിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവം ഓരോരുത്തരെയും നോക്കുന്നു. ദൈവം ഭൂമിയിലുള്ള ഓരോ മനുഷ്യരെയും സ്വർഗത്തിലിരുന്ന് നോക്കുന്നു എന്ന തിരുവെഴുത്ത് നമ്മളെ പല ഭാഗങ്ങളിലായി, സങ്കീർത്തനങ്ങളിലും മറ്റ് പല ഭാഗങ്ങളിലുമായി പഠിപ്പിക്കുമ്പോൾ, ഓർമ്മിപ്പിക്കുമ്പോൾ, നമ്മെ വീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു മഹാസത്യം നാം അറിഞ്ഞിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ ഒരു സ്ഥാനം ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ വ്യക്തമായ സ്ഥാനങ്ങളുണ്ടാകണം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ വിലയുള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യന് വില ആവശ്യമാണ്. ദൈവം ഒരു മനുഷ്യനെ വിലയുള്ളതായി കാണുന്നത് എങ്ങനെയാണ്? എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിലയേറിയ മനുഷ്യനായി മാറാം? ഇന്നത്തെ സന്ദേശം വിലയുള്ള ഒരു മനുഷ്യനാക്കുക എന്നത് മാത്രമല്ല, വിലയുള്ളവൻ്റെ വില മാറണം. വിലയുള്ളവൻ്റെ വില മാറണം. ഞാനൊരു ബിസിനസ് സ്റ്റഡീസ് പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ നിങ്ങളോടൊരു ഉപമ പറയാം. ഗോൾഡ് റേറ്റ് സാധാരണ നിലയിൽ നിന്ന് ഇപ്പോൾ വളരെ കൂടി. ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം,
ഗോൾഡ് പർച്ചേസ് ചെയ്യണമെന്നില്ല. നമ്മളൊക്കെ ജുവൽസിൻ്റെ മുന്നിൽ കൂടെ, ജ്വല്ലറിയുടെ മുന്നിൽ കൂടെ പോകുന്നവരാണ്. അവിടെ വലിയ ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു വലിയ സ്ക്രീന് വെച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി അതിലേക്ക് നോക്കാറുണ്ട്. എന്തായാലും ഞാനൊരു 6 മാസം നോക്കിയപ്പോൾ കണ്ട വിലയല്ല ഇപ്പോൾ, ഭീമമാകുന്ന ഒരു വിലയാണ് ഇപ്പോൾ. എന്തുകൊണ്ട് അതിന് വില മാറി എന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ പറയും അത് ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് അതിന് വില. യെസ്, ഒബ്വിയസ്ലി ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെയാണ് ഗോൾഡിനെന്നല്ല ഏത് സാധനത്തിനും വിലയേറുന്നത്. എന്നാൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സുരക്ഷിത നിക്ഷേപത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കൂട്ടർ തയ്യാറായതുകൊണ്ട്, നമ്മുടെ ബാങ്കുകൾ തന്നെ, സെൻട്രൽ ബാങ്കുകൾ തന്നെ, ലോക ബാങ്കുകൾ തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗം ആൾക്കാർ ആ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് കൊണ്ട്, അവർ ഡിജിറ്റലി അങ്ങനെ പർച്ചേസ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. ഞങ്ങൾക്കതിനോട് താല്പര്യമുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ അർത്ഥത്തിൽ എടുത്താൽ മതി, ഇതിനെ നിങ്ങൾ ബിസിനസ് വൽക്കരിക്കേണ്ട. നിങ്ങൾ സ്പിരിച്വൽ മീനിങ്ങിൽ എടുത്താൽ മതി. ഞാൻ അതിനെ സ്പിരിച്വൽ മീനിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാം. കാരണം കാണുന്നവർ പല ആൾക്കാരാണ്, പല മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവരും കാണും, നല്ല അംശത്തിൽ ചിന്തിക്കുന്നവരും കാണും. 2 കൂട്ടർക്കുള്ള മറുപടി ഈ സന്ദേശത്തിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് അതിനെ വിലയുള്ളതായി കാണാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട്, ആ ഒരു നിക്ഷേപത്തിൽ വിശ്വാസമുണ്ട് എന്ന് തീരുമാനിക്കുന്നവരാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റ് അസറ്റുകളിലേക്ക്, ഷെയറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. ഞങ്ങൾക്കതിൽ വിശ്വാസമുണ്ട്, ഞങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടുവരുന്നത്. സോ അതിന് ഫലമായിട്ട് എന്തോ വരും, ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യും, മറ്റ് വസ്തുക്കളുടെ പ്രൈസ് ഹൈക്ക് ചെയ്യും. ഇതുപോലെയാണ് ഒരു സ്പിരിച്വലി ഒരു വ്യക്തിയുടെ മേൽ ഉള്ള ദൈവത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കണം. മനസ്സിലായി വരുന്നുണ്ടോ എന്തോ? ദൈവത്തിന് ഞാൻ എന്ന പറയുന്നൊരു സൃഷ്ടി ദൈവത്തിൻ്റെ അസറ്റാണെന്ന് ദൈവത്തിന് തോന്നണം. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾ എന്ന വ്യക്തി ദൈവത്തിൻ്റെ അസറ്റാണെന്ന് ദൈവത്തിന് തോന്നണം, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവം തോന്നണം. തൽഫലമായി എന്ത് സംഭവിക്കും? തീർച്ചയായും പുറത്തുനിന്നൊരു വ്യക്തി വന്നല്ല നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വില വർദ്ധിക്കുന്നത് ദൈവം നമ്മുടെ മേൽത്തരമായ ചിലത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ദൈവം നമ്മുടെ മേൽത്തരമാകുന്ന ചിലത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ദൈവത്തിന് എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നണം. ഇനിയിപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ പാസ്റ്റർ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവ് എൻ്റെ മേൽ നീ പകരണമേ. എന്താ പകരേണ്ടത്? അല്ലെങ്കിൽ എന്താണ് നമ്മൾ പകരണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നത്? ഇപ്പോഴായിരിക്കും പലരും ചിന്തിക്കുന്നത്, ഞാൻ എന്താ പകരണമെന്ന് പറഞ്ഞ് ഈ ആവശ്യപ്പെട്ടത്, അല്ലേ? നമ്മൾ ശക്തി എന്ന് പറയും, പരിശുദ്ധാത്മാവെന്ന് പറയും, പലതും പറയും. നമ്മുടെ മേൽ ദൈവം നമ്മുടെ മേൽ പകരുന്നത് ശക്തിയാണ്, പരിശുദ്ധാത്മാവാണ്, ഫലങ്ങളാണ്. ദൈവം നമ്മുടെ മേൽ പകരുന്നത് ഫലങ്ങളാണ്, വരങ്ങളാണ്. വരങ്ങൾ രണ്ടാമത് നിൽക്കട്ടെ, ഞാൻ ഫലങ്ങൾ ആദ്യം പറയട്ടെ. ദൈവത്തിൽ നിന്നൊരു പകർച്ച. ഞാൻ പെർഫ്യൂം ചെയ്തിരിക്കുന്നു, എന്നെ വന്നൊരു ബ്രദർ കെട്ടിപ്പിടിച്ചാൽ അയാൾ പെർഫ്യൂം ചെയ്യണമെന്നില്ല, എന്നെ കെട്ടിപ്പിടിച്ച ആ ഒരു ഇതിൽ കുറച്ച് നേരമൊക്കെ എൻ്റെ മേത്തുള്ള ആ പെർഫ്യൂമിൻ്റെ ഒരു അംശം ആ മനുഷ്യന് മണം ഉണ്ടാവും, ആ മനുഷ്യൻ്റെ ദേഹത്തുണ്ടാവും. അയാൾ പെർഫ്യൂം ചെയ്യണമെന്നില്ല. കാര്യം എന്താ? ഞാൻ കെട്ടിപ്പിടിച്ചത് കൊണ്ടാണ്. ഞാനത് അപ്പം എന്നിലുള്ളതാണ് ആ മനുഷ്യൻ്റെ ഷർട്ടിലേക്ക് പറ്റിപ്പിടിച്ച് ആ ഒരു ഫ്രാഗ്രൻസ് കൊണ്ട് കുറച്ച് സമയം ആ മനുഷ്യൻ നടന്നത്. ഇതുപോലെയാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത് ദൈവത്തിലുള്ളതാണ്. ദൈവസന്നിധിയിൽ ഞാൻ വിലയുള്ളവനായി മാറുന്നത്, ദൈവം എൻ്റെ മേൽ പകർന്നത്, ദൈവം എന്നിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും നമ്മളെ ഒന്നും ദൈവം പുറം നോക്കി അല്ല അസസ് ചെയ്യുന്നത്. പുറം നോക്കിയല്ല അസസ് ചെയ്യുന്നത്. ദൈവം നമ്മളെ കാണുന്നത്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവം പുറം കാഴ്ചകൾ കൊണ്ടോ, പുറത്തെ മോടി കൊണ്ടോ, പുറത്തെ വസ്ത്രധാരണം കൊണ്ടോ, പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അഴിച്ചു മാറ്റിയ ഒരു വ്യക്തി ആയതുകൊണ്ടോ ദൈവം എന്നെ വിലയുള്ളതായി
കാണുന്നതേയില്ല. ഉറച്ചു പറയണം അത്. ഞാൻ എന്തെങ്കിലുമൊക്കെ അഴിച്ചു മാറ്റി എന്ന് പറഞ്ഞ്, ഞാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെച്ചു എന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ വസ്ത്രത്തിൻ്റെ നിറം മാറ്റി എന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ മുടിക്കും താടിക്കും മീശയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി എന്ന് പറഞ്ഞ്, ഞാൻ ചില ആൾക്കാരെ പോലെയൊക്കെ ഇങ്ങനെ ആകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ്, അങ്ങനെ എൻ്റെ വസ്ത്രധാരണത്തിലോ എൻ്റെ മുഖഭാവത്തിലോ എൻ്റെ ശൈലികളിലോ എൻ്റെ സംസാര രീതികളിലോ സ്തോത്രത്തിലോ സ്തുതിയിലോ മാറ്റം വരുത്തി എന്ന് പറഞ്ഞ് ദൈവം എന്നെ വലിയവൻ എണ്ണുന്നതേയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്താ അതറിയണ്ടേ? ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്താ? ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം, ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവർ വന്നപ്പോൾ ശമൂവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ താഴേക്ക്. അവർ വന്നപ്പോൾ അവൻ എലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തനിത എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്കൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. അവൻ്റെ അഭിഷിക്തനിത. എലിയാബിനെ കണ്ടിട്ട് അവൻ്റെ അഭിഷിക്തനിത. എന്താ പറഞ്ഞേ? അഭിഷിക്തൻ. നമ്മളാണെങ്കിൽ എന്തോ പറയും? അഭിഷിക്ത. അഭിഷിക്തൻ. പക്ഷെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കിക്കോ. 7-ാമത്തെ വാക്യം. യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ, എന്നതാ മുഖം, പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ എലിയാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അഭിഷിക്തനാണ്. ദൈവത്തിൻ്റെ അഭിഷേകം ക്യാരി ചെയ്യുന്നൊരു മനുഷ്യനാണ്. യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ദൈവം തെരഞ്ഞെടുത്തവനാണ്. ഇനിയിപ്പോൾ ഇത് ചക്കയോ മാങ്ങയോ മറ്റോ ആണോ ചൂഴ്ന്നു നോക്കാൻ, നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ അല്ല. അപ്പോൾ അഭിഷേകം ചെയ്തിരിക്കുന്ന മനുഷ്യൻ അഭിഷിക്തൻ. അഭിഷേകം ചെയ്തിരിക്കുന്ന മനുഷ്യൻ അഭിഷിക്തൻ. അതുകൊണ്ട് ലോകം പറയാണ്, അവൻ വന്നപ്പോൾ അവൻ എലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം തള്ളിയ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായി പറയാം, ദൈവം മനുഷ്യനെ തള്ളും. നമ്മളിങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ളത്. അതൊന്നും അല്ലെങ്കിൽ നമ്മൾ പറയാനും വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ. ദൈവം ഒരിക്കലും ആരെയും കർത്താവ് തള്ളത്തില്ല. കർത്താവ് എല്ലാവരും വിശ്വാസത്തിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. മനുഷ്യനെല്ലാം കൂട്ടം തികയുമ്പോൾ എല്ലാം സ്നാനമേറ്റ് എല്ലാം കർത്താവിൻ്റെ രാജ്യത്തിലോട്ട് ചേർക്കുമ്പോൾ കർത്താവ് വരും. നോ, ദൈവം മനുഷ്യനെ തള്ളും. ദൈവം മനുഷ്യനെ തള്ളും. സുഹൃത്തെ, ദൈവം മനുഷ്യനെ തള്ളും. പാപം ചെയ്തൊരു വ്യക്തി തിരിച്ചു വന്നാൽ ദൈവം അവനെ തള്ളത്തില്ല. വീണ്ടും അവൻ പാപം ചെയ്ത്, വീണ്ടും അവൻ ദൈവവചനം ലംഘിച്ച്, വീണ്ടും അവനൊരു ദൈവനിഷേധമാകുന്ന രീതിയിൽ ജീവിച്ച് അവൻ വീണ്ടും മടങ്ങി വന്നാൽ ദൈവം കൈക്കൊള്ളും, തള്ളത്തില്ല. പിന്നെയും അവൻ തെറ്റിപ്പോയി വീണ്ടും മടങ്ങി വന്നാൽ ദൈവം കൈക്കൊള്ളും, തള്ളത്തില്ല. പക്ഷേ ദൈവത്തിന് ഇത് തന്നെ അല്ല പണി. നമ്മൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അകന്നു, ഒരിക്കൽ നമ്മൾ അവിശ്വസിച്ചു, ഒരിക്കൽ നമ്മൾ ദൈവവചന വിരുദ്ധമായി ചെയ്തു, ഒരിക്കൽ നമ്മൾ ദൈവത്തെ അനുസരിച്ചില്ല, ഒരിക്കൽ നമ്മൾ ദൈവത്തെ കേട്ടില്ല, അല്ലെങ്കിൽ ഒരു 5-6 വട്ടം നമ്മൾ കേട്ടില്ല, 10 വട്ടം കേട്ടില്ല, 20 വട്ടം കേട്ടില്ല, 100 വട്ടം കേട്ടില്ല, കുഴപ്പമില്ല. 101-ാമത്തെ വട്ടം വന്നാലും ദൈവം നമ്മളെ കൈക്കൊള്ളും. അങ്ങനെ തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയില്ലാതാക്കുന്ന ചില പ്രവർത്തികളുണ്ട്. ദൈവത്തിന് വില മതിക്കാൻ കഴിയാത്ത ചില പ്രവർത്തികളുണ്ട്. നമ്മൾ കൈയടിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ വിലമതിക്കുന്നില്ല, തുള്ളിച്ചാടുന്നത് കൊണ്ട് വിലമതിക്കുന്നില്ല. നമ്മളെ എവിടെയൊക്കെയോ ദൈവം ഒരു മനുഷ്യൻ്റെ മൂല്യം വർദ്ധിക്കുന്നതായി ദൈവം കാണുന്നു.
അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ശമൂവേലിലൂടെ, ദൈവവചനത്തിലൂടെ ശമൂവേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കി. നീ അവൻ്റെ പുറം നോക്കരുത്. മനുഷ്യൻ പറയുന്നു അഭിഷിക്തൻ വന്നു, അഭിഷിക്തൻ വന്നു. അത് അഭിഷിക്തനായിരിക്കാം, പ്രൊഫറ്റ് ആയിരിക്കാം, അപ്പോസ്റ്റൽ ആയിരിക്കാം, ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനോട് ദൈവാത്മാവ് പറയുകയാണ്, ഡാ മോനെ, നീ അവൻ്റെ മുഖം നോക്കരുത്, നീ അവൻ്റെ മുഖം അപ്പം മുഖം മിനുക്കുന്നത് കൊണ്ടോ, മുഖത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നത് കൊണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു ശൈലിയിൽ ഞാനൊരു ദൈവ പൈതലാക്കി വെക്കുന്നത് കൊണ്ടോ നമ്മളെ ദൈവം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ആക്കി എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ തള്ളുന്നുമില്ല, വില കുറച്ച് കാണുന്നുമില്ല. ആക്കി പോലും ആക്കിയില്ല പോലും ദൈവം വിലവെക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം വിലവെക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നു. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി മുൻപോട്ട് പരിശോധിക്കാൻ പോകുന്നത്. എങ്കിൽ ഒരു വാക്ക് വായിച്ചോട്ടെ. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കും. അപ്പം ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കാര്യത്തെ വിലയിടുന്നത് പോലെയോ മനസ്സിലാക്കുന്നത് പോലെയോ അല്ല ദൈവം ഒരു കാര്യത്തെ അസസ് ചെയ്യുന്നത്, ദൈവം ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദൈവം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് വ്യത്യസ്തമാകുന്ന മാനദണ്ഡങ്ങളിലൂടെയും ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഒരു കാര്യത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ആരെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെ മനുഷ്യൻ തള്ളിയതായിരിക്കാം, നിങ്ങളെ മനുഷ്യൻ ഇടിച്ചു കളഞ്ഞതായിരിക്കാം, നിങ്ങളെ മനുഷ്യൻ ശപിച്ചതായിരിക്കാം, നിങ്ങളെ മനുഷ്യൻ കളഞ്ഞതായിരിക്കാം, നിങ്ങളെ മനുഷ്യൻ വിലയില്ലാതെ കാണുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വേർഡ് കേട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് ഇഷ്ടിക 1 ഇഷ്ടിക 2 എന്ന് വെച്ച് പണിയുന്നത് പോലെ ദൈവം അതിനകത്ത് നിങ്ങളെ പണിയാൻ പോകുകയാണ്. നിങ്ങളെ വെറുതെ ഈ സന്ദേശം കേൾപ്പിക്കത്തില്ല. ദൈവം വിലയുള്ളൊരു വ്യക്തിയായി കാണുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് താങ്കൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെ ദൈവം ദൈവത്തിൻ്റെ കൂട്ടത്തിനകത്തേക്ക്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനകത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മനസ്സിലാക്കി. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല, മനുഷ്യൻ വിലയിടുന്നത് പോലല്ല, മനുഷ്യൻ നോക്കുന്നത് പോലല്ല. ഹല്ലേലൂയ. ഞാനും എൻ്റെ വൈഫും കൂടെ ഒരിക്കൽ ഒരു സഭയിൽ പോയി. മുഴുവൻ പറയാനൊക്കത്തില്ല, എല്ലാം പറയാനൊക്കത്തില്ല. ഒരു സഭയിൽ ഞങ്ങൾ പോയപ്പോൾ, ഞാൻ ശുശ്രൂഷയ്ക്കാണ് പോയത്. പക്ഷേ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവർക്ക് എന്നെ ബോധിച്ചു. അപ്പോൾ ഞാൻ മെസ്സേജൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പം വൈഫാണല്ലേ? അതേന്ന് പറഞ്ഞു. അവിടുത്തെ പാസ്റ്ററിൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ വൈഫിനെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ ഇങ്ങനൊരു നോട്ടം. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. പക്ഷെ അങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ പുള്ളിക്കാരിയെ കൊണ്ടുപോകത്തില്ല. മേൽ മുതൽ താഴെത്തട്ട് വരെ ഒരു നോട്ടം നോക്കി, ഇങ്ങനെ അളന്നൊരു നോട്ടം, ഇങ്ങനെ കറക്കി ഒരു നോട്ടം. അപ്പോൾ എനിക്ക് കാര്യം നോക്കാം, നമ്മൾ പലരെ കാണുന്നതാണല്ലോ. അപ്പോൾ കറക്കി നോക്കിയപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ പിന്നെ ഉടനെ അങ്ങോട്ട് ശരിയായ രക്ഷ എന്താണെന്നും, പിന്നെ ശരിയായ മാനസാന്തരം എന്താണെന്നും, ശരിയായ പിന്നെ വേർപാട് എന്താണെന്നും, പിന്നെ അങ്ങോട്ട് തുടങ്ങി 66 പുസ്തകം നിരത്താൻ തുടങ്ങി. അപ്പോൾ നമ്മളിത് കുറേ കണ്ട് തഴമ്പിച്ച് ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നതായതുകൊണ്ട് ഏകദേശം തുടക്കത്തിൽ തന്നെ കാര്യം മനസ്സിലായോടെ ഞാൻ പിന്നെ വെറുതെ ഇട്ട് പൊട്ടിക്കേണ്ടെന്നോർത്ത് ഞാൻ ശരിയായ വേർപാടും ശരിയായ മാനസാന്തരവും, ഈ പുസ്തകം പറയുന്ന ശരിയായ വേർപാടും ശരിയായ മാനസാന്തരവും ശരിയായ നീക്കിക്കളയലും ശരിയായ ഒഴിവാക്കലും ശരിയായ കരുവേലകവും എന്താന്നുള്ളത് ലളിതമായി സൗമ്യതയുടെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് തടി തപ്പി. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആത്മാവ് വേറെ. മനസ്സിലായി കാണുമല്ലോ. മനുഷ്യൻ കണ്ണിനുള്ളത് നോക്കും. അതുകൊണ്ട് ഇങ്ങനെ വട്ടമടിച്ച് നോക്കിയത്, ഇങ്ങനെ വട്ടമടിച്ച് നോക്കും മനുഷ്യൻ. കാരണം മനുഷ്യൻ എന്തൊക്കെയോ കണ്ണിന് കാണുന്നത് ഭയങ്കരമായിട്ട്, ഇത് നമ്മളെപ്പോലെ ഒത്തു വന്നു, അപ്പോൾ ഭയങ്കര വിശുദ്ധൻ, ഭയങ്കര അഭിഷിക്തൻ, ഭയങ്കര ആത്മാവുള്ളവൻ, നമ്മളെപ്പോലെ ഒത്തു വരണം നമ്മൾ നോക്കുമ്പോൾ. അപ്പം നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഒത്തു വരണം, എങ്കിലേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എങ്കിലും ദൈവത്തിന് വിലയുള്ള മനുഷ്യനാവേണ്ട, ഞങ്ങൾക്ക് വിലയുള്ള മനുഷ്യനായാൽ മതി.
നമ്മുടെ കൂടെ നിർത്താൻ പറ്റും. നമുക്ക് വിലയുള്ള മനുഷ്യനായ മതി, ദൈവത്തിന് വിലയുള്ള മനുഷ്യനാകണം. നമുക്കിവിടെ കരുവേലകവും അതും ഇത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല കരുവേല. ഹല്ലേലൂയ. ദൈവം കാണുന്നത് വ്യക്തമായി പറയുന്നു. മനുഷ്യൻ നോക്കുന്നത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത്, അതൊക്കെയല്ലേ കണ്ണിന് കാണാൻ പറ്റൂ. അതിട്ടിട്ടുണ്ടോ, ഇതിട്ടിട്ടുണ്ടോ, അത് ധരിച്ചിട്ടുണ്ടോ, ഇത് ധരിച്ചിട്ടുണ്ടോ, ഇതൊക്കെയല്ലേ കണ്ണിന് കാണാൻ പറ്റും. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, അവിടെ വരെ പറ്റൂ മനുഷ്യ നിങ്ങൾക്ക്. എന്നാൽ അതിന് മുകളിലോട്ടൊരു വചനം കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. യഹോവയോ ഹൃദയത്തെ, ഇത് കാണാനില്ല, ഹൃദയം കാണാൻ പറ്റത്തില്ലല്ലോ, അത് പുറത്തിരിക്കുന്ന സാധനം അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ കണ്ണ് അതുവരെ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ളൂ, ദൃഷ്ടി അത്രേ തുറന്നിട്ടുള്ളൂ. അകത്തേക്ക് ഉള്ളു കാണാനുള്ള അത് സ്പിരിറ്റിൽ നിന്ന് വരുന്നതാ. അതാണ് അവിടുത്തെ വ്യത്യാസം. മറ്റത് ജഡ, കണ്ണുള്ളവനും കണ്ണിന് കാഴ്ചക്കുറവില്ലെങ്കിൽ കാണാം, പക്ഷെ മറ്റത് സ്പിരിറ്റിൽ നിന്ന് വരുന്നത്. ഒരുവനെ വിവേചിക്കുക, ഒരുവൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുക, അടുത്ത് വരുമ്പോൾ അവനിലിരിക്കുന്ന ആത്മാവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ഈ ആത്മാവ് ഏതാന്ന് നമുക്ക് മനസ്സിലായി. ആമേൻ. അടുത്ത് വരുമ്പോൾ പുള്ളിയിലിരിക്കുന്ന ആത്മാവ് ഏതാന്ന് മനസ്സിലായി, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ തട്ടിലും മുട്ടിലും വരുന്ന സാധനമല്ല, ഇതൊക്കെ അകത്ത് സ്പിരിറ്റ് ആക്ടിവേറ്റ് ആകുമ്പോൾ വരുന്ന സാധനങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യൻ പുറത്തുള്ളത് നോക്കുന്നു. മനുഷ്യൻ, ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിനോടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യരെ അങ്ങനെ വിലയിരുത്തരുത്. നമ്മുടെ മുമ്പിൽ നാളെ ഒരുപാട് ആൾക്കാർ വരും. ഇത് പ്രത്യേകിച്ച് ഇത് ഇന്ന ഡിനോമിനേഷൻ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് അല്ല, ഇത് എല്ലാ ഡിനോമിനേഷനിലുള്ള ആൾക്കാർക്കും പങ്കെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളൊരു മീറ്റിംഗാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ കൂട്ടത്തിൽ നാളെ പല ആൾക്കാർ വരും, പല കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വരും, പല വിശ്വാസങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരും. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച്, വഴിയിൽ വെച്ച് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ, സൂമിലുള്ളവർക്കായിരിക്കും അതറിയാൻ പറ്റുന്നത്, നിങ്ങൾ ഇന്ന ആളാണോ, ഞങ്ങൾ മീറ്റിങ്ങിൽ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ, നമ്മുടെ മീറ്റിങ്ങിൽ കണ്ടിട്ടുള്ള. നിങ്ങളൊരിക്കലും അങ്ങനെ അവരുടെ വസ്ത്രധാരണമോ അവരുപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളോ കണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ വിലയിടരുത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ അങ്ങനെ അവരോട് അപ്രോച്ച് ചെയ്യുകയേ ചെയ്യരുത്. സ്വന്തം സഹോദരങ്ങളെ പോലെ കാണണം, കൈ കൊടുക്കണം. അങ്ങനെയൊന്നും അല്ല ദൈവം ഒരു മനുഷ്യനെ കാണാനും വിലയിടാനും ന്യായവിധി നടത്താനും ഒന്നും പോകുന്നത്. ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ഉള്ളത്തിൽ അവർക്ക് ലഭിച്ച ദർശനത്തിനനുസരിച്ച് പല മാറ്റങ്ങൾ അവരവരിൽ വരുത്തിക്കൊള്ളട്ടെ. പൂർണ്ണമായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ചിലത് മാറ്റി, മറ്റവർ ചിലത് മാറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അവരെ വിലയിടരുത്. ദൈവം അവരെ വിലയിടുന്നില്ലെങ്കിൽ, ദൈവം അവരെ വിധിക്കുന്നില്ലെങ്കിൽ, ശാപം കൊണ്ടു നടക്കാൻ വേറെ ഒരു പണിയും നമ്മൾ ചെയ്യണ്ട. ദൈവം ഒരു മനുഷ്യനെ അംഗീകരിച്ചിട്ട്, ദൈവം ഒരു മനുഷ്യൻ്റെ ആരാധന അംഗീകരിച്ച്, ദൈവം ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന അംഗീകരിച്ച്, ദൈവം ഒരു മനുഷ്യനെ ചേർത്ത് കൊണ്ട് നടക്കുന്നൊരു മനുഷ്യനെയാണ് മറ്റൊരു മനുഷ്യൻ വിധിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാധ നമ്മളെ വിട്ട് മാറുകയല്ല, ബാധ നമ്മളെ വിട്ട് ഒഴിയത്തില്ല. അത്ര ഓർത്താൽ മതി. എന്നെ അങ്ങനെയാണ് ദൈവം പഠിപ്പിച്ചേക്കുന്നത്, എന്നെ അങ്ങനെയാണ് ദൈവം മനസ്സിലാക്കി തന്നേക്കുന്നത്, എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത് കർത്താവ്. എന്നിൽ മറ്റു പല കാര്യങ്ങൾ മാറ്റാൻ ദൈവം പറഞ്ഞു, അത് ന്യായമാണ്. അല്ലാതെ മനുഷ്യരുടെ കണ്ണിന് കാണുന്നത്, മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യണ്ട, എന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്താൽ മതി. എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കോടിക്കണക്കിന് ജനത്തെ ദൈവം വേറെ വയ്ക്കും. എന്നെ മീൻസ് എൻ്റെ കർത്താവിനെ. ഹല്ലേലൂയ. എൻ്റെ മനുഷ്യനെ നോക്കി ജീവിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് ദൈവം തന്ന ദർശനത്തിനനുസരിച്ച് ജീവിക്കാനേ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഇതെല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള, ഇതിനകത്ത് കാത്തലിക്സിൽ പോകുന്ന ആൻറ്റിമാർ കയറുന്നുണ്ട്, മർത്തോമയിലുള്ളവർ കയറുന്നുണ്ട്, പെന്തക്കോസ്റ്റിൽ പോകുന്നവർ കയറുന്നുണ്ട്, ഹൈന്ദവ സഹോദരങ്ങൾ കയറുന്നുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കയറുന്നു. എല്ലാം എനിക്കറിയാം, എല്ലാവരും ആരൊക്കെ കയറുന്നുണ്ട്. അവർക്ക് വ്യക്തിപരമായി ഞാനുമായിട്ട് ബന്ധമുള്ളവരാ കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ന ഡിനോമിനേഷൻ അല്ല, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ അത്രേ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആത്മാവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാനത്രേ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ചിരിക്കും. അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ തുടങ്ങാൻ തമ്പുരാൻ എന്നോട് പറഞ്ഞു. വേറെ ഒരു മാനദണ്ഡവും, എന്നെ ആരെ വിളിച്ചു ചോദിച്ചാലും ഞാൻ പറയാം, വേറെ ഒരു മാനദണ്ഡവും ഇല്ല. ഞാൻ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയതിൻ്റെ പിന്നിൽ എനിക്ക് വിത്ത് റെഫറൻസ് ഉണ്ട്. എനിക്ക് യഹസ്കേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് സംസാരിച്ചുകൊണ്ട് കർത്താവ് എന്നോട് ഇത് തുടങ്ങാൻ പറഞ്ഞ്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ദൈവം എന്നോട് വേറെ ഒരു മാനദണ്ഡവും പറഞ്ഞില്ല. പറഞ്ഞ മാനദണ്ഡമൊക്കെ മഹാസത്യമായ മാനദണ്ഡങ്ങളുമാണ്.
അതനുസരിച്ച് തുടങ്ങാൻ പറഞ്ഞൊരു കൂട്ടായ്മ. സോ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ കൈ കൊടുക്കണം, നിങ്ങൾ ഒരുമിച്ച് പോയി ഒരു കോഫി കുടിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് പോയി ഒരു ബിരിയാണി കഴിക്കണം. പോട്ടെ, ഇനി ഫാസ്റ്റിങ്ങിലുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് നേരെ വിരൽ ചൂണ്ടും. ഓക്കെ, നിങ്ങളുടെ സന്തോഷം ദൈവത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മനുഷ്യൻ കാണുന്നത് പോലല്ല ദൈവം ഒരു മനുഷ്യന് വിലയിടുന്നത്. അപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ പാസ്റ്റർ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ബ്രദറെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളൊരു മനുഷ്യനാകാൻ കഴിയുക? റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. മനസ്സിലായോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിലയുള്ളൊരു മനുഷ്യനായി മാറണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. നമ്മൾ വെറും ഒരു ആരാധനയാകരുത്. ക്ലിയർ? നമ്മൾ വെറും ഒരു ആരാധനയാകരുത്, നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. നമ്മൾ എന്ത് കേട്ടാലും കൈയടിച്ച് പൊട്ടിക്കുന്ന ഒരു ലെവലിലോട്ട് പോകരുത്, അല്ലെങ്കിൽ എല്ലാം കൈയടിച്ച് പൊട്ടിക്കുന്ന ഒരു ലെവലിലോട്ടുള്ളതാണ് ആരാധനയെന്ന് നമ്മൾ കരുതരുത്. കൈ അടിക്കുന്നതാണ് ആരാധനയെന്ന് കരുതരുത്, കൈ അടിക്കാത്തത് ആരാധനയല്ല എന്ന് കരുതരുത്, ആരാധനയിൽ കൈ അടിക്കണ്ട എന്ന് കരുതരുത്. ക്ലിയർ? മനസ്സിലായി കാണണം. നമ്മൾ ദൈവത്തിൻ്റെ ആരാധനയെ നമ്മൾ സമീപിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് ദൈവത്തിൻ്റെ ആരാധനയെ സമീപിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വചനത്തെ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ കൊണ്ട് സമീപിക്കേണ്ടി വരും. ഒന്ന്, നിങ്ങൾ ബുദ്ധി കൊണ്ട് സമീപിക്കേണ്ടി വരും. കാരണം എങ്കിലേ ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന് ഓക്കെ ആകുന്ന രീതിയിൽ, സൂട്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഹൃദയം കൂടെ നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും. എങ്കിലേ ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് സ്റ്റോർ ആകത്തുള്ളൂ. നിങ്ങൾ ചെവി സമർപ്പിച്ചാൽ പോരാ, ഒന്നും നടക്കൂല. കാരണം 2 ദ്വാരമുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കയറി ഇതിലേക്ക് ഇറങ്ങിപ്പോവും. നിങ്ങൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും. 2, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു വെക്കേണ്ടി വരും. കാരണം ശരിയായത് എടുത്ത് ശരിയായത് സ്റ്റോർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ കളയണം, നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ കളയണം. എല്ലാ പ്രസംഗവും ഞാൻ പറയുന്നില്ല ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല, ഇനി അവകാശപ്പെടത്തില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുക്കണം. അപ്പം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണമെന്ന് പൗലോസ് പറയുന്നു. അത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അത് പൗലോസ് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ബുദ്ധിയുള്ള ആരാധനയാകണം എന്ന് പൗലോസ് ഉപദേശിക്കാൻ കാരണം? ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ മനസ്സലിവോർത്ത് പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. ബുദ്ധിയുള്ള ആരാധനയല്ല ഒരു മനുഷ്യനിൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാം, സാത്താൻ കൺട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യനും സഭയ്ക്കകത്ത് ചെന്നിരുന്ന് ആരാധിക്കാൻ കഴിയും. സാത്താൻ കൺട്രോൾ ചെയ്യുന്നൊരു മനുഷ്യനും സഭയ്ക്കകത്ത് ചെന്നിരുന്ന് ഏറ്റവും നന്നായി ആരാധിക്കാൻ കഴിയും. ഇത് ബുദ്ധിയുള്ള ആരാധനയല്ല എങ്കിൽ, ഇത് ബുദ്ധിയുള്ള ആരാധനയായാൽ സാത്താൻ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മുടെ എല്ലാ മേഖലയിലും ആയിക്കോട്ടെ, ഏതു മേഖലയിൽ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വന്നാലും അവനിലുള്ള സ്പിരിറ്റ് ഒരു ആൻറ്റി വൈറസ് ആയിട്ട് പ്രവർത്തിക്കും. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ശരീരത്തിന് ജീവനുള്ള ശരീരങ്ങളെല്ലാം ജീവനുള്ളതാണോ? അല്ല. പലരും മരിച്ചതുപോലെ ശരീരത്തിൽ ജീവിക്കുന്നത്. ശരിയല്ലേ? ഒരു ഉന്മേഷയിൽ, ഒരു ഉത്സാഹയിൽ ആരാധിക്കാൻ തോന്നില്ല. കെട്ടപ്പെട്ട അവസ്ഥയല്ലേ? ആരാധിക്കാൻ തോന്നത്തില്ല, ആമേൻ പറയാൻ തോന്നത്തില്ല, ചർച്ചയിൽ പോകാൻ തോന്നത്തില്ല, ദൈവവചനത്തോട് പ്രതികരിക്കാൻ തോന്നത്തില്ല. ഒന്ന് വർഷിപ്പർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇനി നമുക്ക് എഴുന്നേറ്റ് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 കണ്ണ് 4 കണ്ണാകുന്ന രീതിയിൽ അയാളെ ഉരുട്ടി നോക്കും. കാരണം എന്താ? ഇവൻ ഇനി കൈയടിച്ച് പൊട്ടിപ്പിച്ചിട്ട് ഇരുത്തുമ്പോൾ 1/2 മണിക്കൂർ കഴിയും. അതുവരെ ഞാൻ ഇനി എഴുന്നേറ്റ് നിൽക്കണോ? പാസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ആകെ അസ്വസ്ഥത. അസ്വസ്ഥത. കാര്യം എന്താ? ശരീരത്തിന് ജീവനില്ലപ്പാ. നമ്മൾ മരിച്ച ശരീരം പോലെ ജീവനുള്ളവരായിട്ടിരിക്കുക. മരിച്ച ശരീരമായിട്ട് നമ്മൾ ജീവൻ കൊണ്ട് നിൽക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് പോലും ദൈവത്തിൻ്റെ ജീവന് പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ എവിടെയൊക്കെയോ ലോക്ക്ഡ് ആയിരിക്കുന്ന മഹാ ആരാധനയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഒരു ദൈവ പൈതലിന് എവിടെയൊക്കെ ജയിക്കാൻ പറ്റും? ശരീരത്തെ ജയിക്കാൻ പറ്റും,
2, ആരാധനയിൽ ജയിക്കാൻ പറ്റും. 3, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ജയിക്കാൻ പറ്റും. 4, അവൻ ആത്മമണ്ഡലത്തിൽ അവന് ജയിക്കാൻ പറ്റും. നമ്മൾ 2 വാക്യങ്ങളാണ് വായിച്ചതിനകത്ത് നിന്ന് ഇത്ര കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ശരീരത്തെ ജയിക്കാൻ പറ്റും. ജയിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ജയിക്കാൻ പറ്റുന്നില്ലേ? ജയിക്കാൻ പറ്റും എന്ന് ദൈവവചനം പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ? ജയിക്കാൻ പറ്റും എന്ന് ദൈവവചനം പറയുന്നു. നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ? പറ്റും എന്ന് ദൈവവചനം പറയുന്നു. നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലേ? പറ്റും എന്ന് ദൈവവചനം പറയുന്നു. താഴേക്ക് വായിക്കുമ്പോൾ അത് എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വ്യക്തമായി ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. നമ്മൾ ശരീരത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വേറെ വിശുദ്ധിയെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ദൈവസന്നിധി വിശുദ്ധിയുള്ള ശരീരത്തോടെ വരണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് എൻ്റെ ശരീരം വൃത്തിയാക്കിയിട്ടാണ് വന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള ബോധം എനിക്കുണ്ട്. ഞാൻ ഉറങ്ങിയ പാടെ എഴുന്നേറ്റ് വന്നാലോ? അപ്പം നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നതിന് ശരീരവിശുദ്ധി വേണം. ശരീരവിശുദ്ധി നിർബന്ധമായിട്ടും വേണം. മനസ്സിന്റെ വിശുദ്ധി വേണം, നിർബന്ധമായിട്ടും വേണം. നമുക്ക് തോന്നും നമുക്ക് എങ്ങനെയും കയറിയിരുന്ന് ആരാധിക്കാം. ദൈവം നിങ്ങളെ പിടിച്ച് തീയിലിടത്തില്ല. പക്ഷേ പ്രതിഫലത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ ശരീരശുദ്ധിയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ പോകുന്നതും നമ്മൾ കിടന്നുറങ്ങിയ പാടെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് പോകുന്നതും രണ്ടും രണ്ടാ. അത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ. നമുക്ക് തന്നെ ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുന്നതും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വന്ന് നിൽക്കുന്നതും രണ്ടും രണ്ടാ. ഞാൻ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നു. പക്ഷെ പ്രതിഫലം വലുതാണ്. അതിനകത്ത് വ്യാപരിക്കുന്ന അറ്റ്മോസ്ഫിയർ വേറെയാണ്. നമ്മുടെ ആ ഒരു പ്രയർ ടൈമിൽ വ്യാപരിക്കുന്ന അറ്റ്മോസ്ഫിയർ വേറെയാണ്. അപ്പോൾ പൗലോസ് പറയും, നിങ്ങൾ എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിക്കല്ലേ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായിട്ട് കണക്കാക്കുക. പല ഭാഗത്ത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതിനെ ജഡം 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 എന്ന് പറഞ്ഞ് അങ്ങ് തള്ളുക. ഈ സാധനത്തെ ദൈവം വിലയിടുക. നമ്മൾ എന്തിനാ ശരീരത്തിനുള്ള നോക്കുക? നമ്മൾ എന്തിനാ പൗഡർ ഇടുന്നേ? ചിലർക്ക് പൗഡർ പാപമാണ്, ചിലരുടെ ഇഷ്ടമാണ്, അത് നമുക്കറിയേണ്ട കാര്യമില്ല. ചിലരുടെ രീതികളെ, ചിലരുടെ തീരുമാനമാണ്. പൗഡറൊക്കെ പാപമാണെന്ന് പറഞ്ഞാൽ പിന്നെ പാപത്തെ എന്തോ പറയും? അതൊക്കെ ലോകമോഹ എന്ന് പറഞ്ഞാൽ പിന്നെ ലോകമോഹത്തെ എന്തോ പറയും? പോട്ടെ. നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ളതായി കാണുക. ഈ ലോകത്തിന് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. ഇവിടെ നിൽക്കണം, എൻ്റെ സമയവും കഴിഞ്ഞു. ദൈവത്തിന് പ്രസാദം. എൻ്റെ ശരീരം ശുദ്ധമായിരിക്കുന്നത്, വൃത്തിയായിരിക്കുന്നത് ദൈവത്തിന് ദുഃഖമെന്നല്ല. ഞാൻ ഇതിനെ മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നത് ദൈവത്തിന് ദുഃഖമെന്നല്ല. ഞാൻ ഇതിനെ കെയർ ചെയ്യുന്നത് ദൈവത്തിന് ദുഃഖമെന്നല്ല. ഞാൻ ഇതിനെ ഒന്ന് ചീകി ഒതുക്കി വൃത്തിയായിട്ട് താടിയും മീശയും ഒന്ന് ഡ്രിം ചെയ്ത് വെക്കുന്നത് ദൈവത്തിന് ദുഃഖമെന്നല്ല, ദൈവത്തിന് പ്രസാദമെന്നത്രേ ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് പ്രസാദം എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ അടുത്തതിലോട്ട് നിങ്ങൾ വന്നേ. പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. 2ാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ശരീരത്തെ ദൈവം വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കാണാൻ പറഞ്ഞു. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലോകപ്രകാരമുള്ള ഒരു രീതിയുണ്ട്. ഈ ശരീരത്തെ പച്ചയും കുത്തി, കാതും കിഴിച്ച്, മൂക്കും കിഴിച്ച്, ആണേതാ പെണ്ണേതാന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനനുരൂപമാകാൻ ദൈവവചനം നമ്മളോട് പറഞ്ഞിട്ടില്ല. ടാറ്റു അടിച്ച് തലമുടിയും വേറെ നിറമാക്കി, ഇല്ലാത്ത നര വരുത്തി നമ്മൾ അങ്ങനെ നടക്കാൻ, ലോകത്തിൻ്റെ അനുരൂപമാകാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഉള്ള ശരീരം, ഉള്ള വസ്ത്രം മര്യാദയ്ക്ക് വൃത്തിയായി ഇട്ട്
മര്യാദയ്ക്ക് നടക്കാൻ ദൈവവചനം പഠിപ്പിക്കുന്നു. താഴേക്ക് വായിക്കുമ്പോൾ നന്മയും പ്രസാദവും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ ദൈവസന്നിധിയിൽ വിലയുള്ളൊരു മനുഷ്യൻ എന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവനാണ് ദൈവസന്നിധിയിൽ വിലയേറിയ മനുഷ്യൻ. അപ്പോൾ ഒരു മാനസാന്തരപ്പെട്ട ഒരു പുതു മനസ്സുള്ള ഒരു മനുഷ്യനാണ് ദൈവസന്നിധിയിൽ നിന്ന് പുതിയ കാര്യങ്ങളെ റിസീവ് ചെയ്യാൻ കഴിയുക. ഒറ്റവാക്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താം. നിങ്ങൾ എന്ന വ്യക്തിക്ക് ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്ന ഈ സമയം മുതൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു സ്പെഷ്യൽ ആകണമെങ്കിൽ, ദൈവ കയ്യിൽ നിങ്ങളൊരു സ്പെഷ്യൽ ആകണമെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വ്യത്യസ്തനായി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട കാര്യം എന്നതാണെന്ന് ചോദിച്ചാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെടുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ റോമർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ ഹൃദയം സമർപ്പിച്ചൊരു മനുഷ്യനായിരിക്കണം. കാരണം നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് നമ്മുടെ സ്പിരിറ്റിലേക്കാണ്. ദൈവത്തിൽ നിന്ന് അതിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷനായിട്ട് നമ്മുടെ ശരീരം വൈബ്രേറ്റ് ചെയ്തെന്നിരിക്കും. ഈ ശരീരം വൈബ്രേറ്റ് ചെയ്തെന്നിരിക്കും, നമ്മൾ ചാടിയെന്നിരിക്കും, തുള്ളിയെന്നിരിക്കും, നമ്മൾ പുതുഭാഷകൾ പറഞ്ഞെന്നിരിക്കും, നമ്മൾ ആരാധിച്ചെന്നിരിക്കും, നമ്മൾ വട്ടം കറങ്ങിയെന്നിരിക്കും. പലതും ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. പക്ഷേ അതെല്ലാം കൂടെ നമ്മുടെ ശരീരത്തിലല്ല സംഭരിച്ചു വെക്കുന്നത്, അത് നമ്മുടെ സ്പിരിറ്റിലേക്കാണ് റിസീവ് ആകുന്നത്. നമ്മുടെ സ്പിരിറ്റിലേക്ക് റിസീവ് ആകുന്നതിൻ്റെ ആ സന്തോഷം ആണ് നമ്മുടെ ബോഡി പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഹൃദയം സമർപ്പിച്ച ഒരു വ്യക്തിയിൽ ആ സെക്കൻഡ് മുതൽ സംഭവിക്കുന്ന ദൈവസന്നിധിയിൽ വിലയേറിയ വിലപിടിപ്പുള്ളൊരു മനുഷ്യനായി മാറാൻ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ആദ്യ പടിയാണ് സ്പിരിച്വൽ ഗ്രോത്ത്. അന്ന് ആ സെക്കൻഡ് മുതൽ അവനിൽ അത് ആരംഭിക്കും, ആത്മീയ വളർച്ച. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അന്ത്യത്തോളം ചിറകടിയിൽ എന്നെ കാത്തിടും ധരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ എന്നും കാത്തിടും ധരയിൽ, ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാ നെനിക്കഭയം, അവനാ നെനിക്കഭയം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ദൈവമക്കൾ വന്നേ. ആകയാൽ എല്ലാ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. 4-ാമത്തെ വാക്യം വളരെ നല്ലതാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ആത്മാവിൽ ഈ വേർഡിലേക്ക് ഒന്ന് കയറുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി ഒരു മനുഷ്യന് മാറുവാൻ കഴിയും. അബ്രഹാമിനെ പോലെ,
ദാവീദിനെ പോലെ, മോശയെ പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായി ഏതൊരു മനുഷ്യനും മാറുവാൻ കഴിയും. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായ ദൈവസന്നിധിയിൽ വിലപിടിപ്പുള്ളൊരു മനുഷ്യൻ, ദൈവസന്നിധിയിൽ വിലയേറിയൊരു മനുഷ്യൻ, വിലയുള്ളൊരു മനുഷ്യനായി ഒരു മനുഷ്യന് മാറുവാൻ കഴിയും. അങ്ങനെയുള്ള മനുഷ്യനിൽ ആദ്യപടിയായി സംഭവിക്കുന്നതാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട് ഹൃദയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന അടുത്ത പടിയാണ് സ്പിരിച്വൽ ഗ്രോത്ത്, ഒരാത്മീക വളർച്ച. ഒരാത്മീക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു പണിയപ്പെടലാണ്. ഒരു പണിയപ്പെടലാണ്. ആത്മീക വളർച്ച ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളിൽ ഒരാത്മീക വളർച്ചയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ഒരു അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പണിയാൻ തുടങ്ങുന്നു. കേവലം ആത്മീയ പണി നടക്കുമ്പോൾ ആത്മീയ മേഖല മാത്രമാണ് പണിയപ്പെടുന്നത് എന്ന് നിങ്ങൾ അറിയാതെ പോലും കരുതി പോകരുത്. പണിയുടെ ആരംഭം മുതൽ നിന്റെ സകല മേഖലയുടെയും പണിയുടെ കൊട്ടേഷൻ കർത്താവ് ഏറ്റെടുക്കുക. നിങ്ങൾ ഒരു ആത്മീയമായി വർദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ, എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് സ്പിരിച്വൽ ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു തുടങ്ങുമ്പോൾ, ഇങ്ങനെയൊന്നും അല്ല ശരിയായ ആത്മീയ ജീവിതം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ, ഇങ്ങനെ മാത്രമൊന്നും അല്ല എന്നെ കൊണ്ട് ആരാധിക്കാൻ പറ്റുന്നത്, ഞാൻ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുമ്പോൾ, ആ സെക്കൻഡ് മുതൽ നിങ്ങളിൽ തുടങ്ങുന്നതാണ് ആത്മീയ വളർച്ച. ആത്മീയ വളർച്ചയിലേക്ക് നിങ്ങൾ താല്പര്യം കാണിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് പണി. ആ പണി നിങ്ങളുടെ ആത്മീയ മേഖലയിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നീ ചുവട് വെക്കുമ്പോൾ തന്നെ നിന്റെ സകല മേഖലകളിലും പരിശുദ്ധാത്മാവ് പണി ചെയ്യാൻ തുടങ്ങിയിരിക്കും. സകല മേഖലകളിലും പണി ചെയ്യാൻ തുടങ്ങിയിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആദ്യത്തെ പണിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് അപമാനത്തെ മാനമാക്കി ദൈവം കൺവേർട്ട് ചെയ്യും. അപമാനത്തെ മാനമാക്കി ദൈവം കൺവേർട്ട് ചെയ്യും. പരിഹാസത്തെ മാനമാക്കി ദൈവം കൺവേർട്ട് ചെയ്യും. തകർച്ചയെ ഉയർച്ചകളാക്കി ദൈവം കൺവേർട്ട് ചെയ്യും. പരാജയങ്ങളെ ജയമാക്കി ദൈവം കൺവേർട്ട് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കാരണം നിങ്ങളൊരു ആത്മീയ തകർച്ചയിലേക്ക് പോകാൻ കാരണം, നിങ്ങൾക്കൊരു മൂല്യച്യുതി വരാനുള്ളതിന്റെ കാരണം പല മേഖലകളിലും സംഭവിച്ച ഇടിവുകളാണ്. പല മേഖലകളിലും സംഭവിച്ച ഇടിവുകളാണ്. എവിടെയെല്ലാം ഇടിഞ്ഞു കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ ഉള്ളാരായുന്ന ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കുന്നത് കൊണ്ട്, നിങ്ങളൊരു ആത്മീയ തകർച്ചയിലേക്ക് പോയി എന്നറിഞ്ഞതുകൊണ്ടും മടങ്ങി വരാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അറിഞ്ഞതുകൊണ്ടും നിങ്ങളെന്ന വ്യക്തിയെ പണിയാൻ ദൈവത്തിന്റെ ആത്മാവ് തീരുമാനിക്കുന്നു. പരിശുദ്ധാത്മ സന്നിധിയിലേക്ക് നിങ്ങൾ ഇന്നിരിക്കുമ്പോൾ ഈ തിരുവെഴുത്തുകൾ മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവാത്മാവ് സ്റ്റോർ ചെയ്യുമ്പോൾ, നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു തീരുമാനമെടുക്കും, ഇന്ന വ്യക്തിയെ ഞാൻ ഇന്നു മുതൽ പണിയാൻ പോകുന്നു. കാരണം എന്താ? പണിയപ്പെട്ട ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും മധ്യസ്ഥനായി നിൽക്കുന്നു. തൻ്റെ നാമമത്രേ കർത്താവായ യേശു ക്രിസ്തു. അവൻ ക്രിസ്തു എന്ന് പറയുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി, an anointed one. അവൻ ഒരു അഭിഷിക്തൻ നമുക്ക് മധ്യസ്ഥനായി സ്വർഗത്തിൽ ഉള്ളത് കൊണ്ട് തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ തള്ളിയതെങ്കിലും യേശുവിനെ തള്ളി. ആത്മീയ വളർച്ചയ്ക്ക് താല്പര്യപ്പെട്ട യേശുവിനെ തള്ളി, ആത്മീയ ഉയർച്ച പ്രാപിച്ച യേശുവിനെ തള്ളി, കൃപാവര ശുശ്രൂഷകൾ ചെയ്ത യേശുവിനെ തള്ളി, അത്ഭുതങ്ങൾ ചെയ്ത യേശുവിനെ തള്ളി, പ്രവചിച്ച യേശുവിനെ തള്ളി, സത്യസന്ധമായി ജീവിച്ച യേശുവിനെ തള്ളി, നിരപരാധിയായ യേശുവിനെ തള്ളി മനുഷ്യർ തള്ളിയതെങ്കിലും, നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും അവണ്ണം തന്നെ ലോകം ചെയ്യുന്നുണ്ടാകും. തള്ളും, പലതിൽ നിന്ന് തള്ളും, എന്ത് ചെയ്താലും തള്ളും, എത്ര സത്യസന്ധമായി ജീവിച്ചാലും തള്ളും, എത്ര ശുശ്രൂഷ ചെയ്താലും പരിഗണിക്കാത്ത അവസ്ഥ വരും. തള്ളി എങ്കിലും എനിക്കൊരു ദൂത് പറയാനുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതൊന്നും വ്യാജമല്ല. തള്ളി എങ്കിലും എന്നൊരു പദം കിടക്കുന്നുണ്ടെങ്കിൽ, തള്ളിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എങ്കിലും എന്ന് എഴുതിയവൻ അറിയാം. തള്ളപ്പെട്ടുവെങ്കിലും അവിടെ എന്ത് ചെയ്യണമെന്ന് എങ്കിലും എന്ന് എഴുതിയവന് അറിയാം. നിങ്ങളെ ജോലി സ്ഥലത്ത് തള്ളിയെങ്കിലും ആ ജോലി തന്ന ദൈവത്തിന് എങ്കിലും എന്നെഴുതിയവന് അറിയാം. നിങ്ങളെ ഒരു സമൂഹത്തിൽ തള്ളിയെങ്കിലും, നിങ്ങളെ ഒരു സമൂഹത്തിൽ മനുഷ്യൻ തള്ളിയെങ്കിലും വിശുദ്ധ ബൈബിളിൽ എങ്കിലും എന്നെഴുതിയവന് എന്ത് ചെയ്യണമെന്നറിയാം. നിങ്ങളെ ആത്മീയ ലോകത്തിൽ നിന്ന് നിങ്ങളെ തള്ളിയെങ്കിലും
നിങ്ങളെ എങ്കിലും എന്ന് ബൈബിളിൽ എഴുതിയവന് അടുത്തത് നിന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഒന്നും അറിയാത്തൊരു ദൈവത്തിന്റെ സന്നിധിയിലല്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ സന്നിധിയിലല്ല, ഒരു ഉത്തരം കിട്ടാത്ത ദൈവത്തിന്റെ സന്നിധിയിലല്ല ഇന്നത്തെ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളും തള്ളപ്പെട്ടവരായിരിക്കാം, തഴയപ്പെട്ടവരായിരിക്കാം, തളർന്നു തുടങ്ങിയവരായിരിക്കാം, ബലം ശേഷിച്ചിട്ടില്ലാത്തവരായിരിക്കാം, ജീവൻ ഇല്ലാത്തവരായിരിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ആ ആത്മീയ ഊർജത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടുപോയ നിന്റെ ആ സ്പിരിച്വൽ പൊസിഷൻ തിരിച്ചു കയറുന്ന ഒരു ദിവസമാണ്. ബൈബിൾ പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും. ഇന്ന് അതാ ഞാൻ ആകാൻ പോകുന്നേ. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠൻ എന്നെണ്ണാൻ പോകുകയാണ്. മാന്യവുമുള്ള ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് എവിടെ ഇരിക്കുന്നത്? ഒരു ദീപ് പാസ്റ്ററിന്റെ മുമ്പിലല്ല ഇരിക്കുന്നത്, ഒരു യൂട്യൂബ് ചാനലിന്റെ മുമ്പിലല്ല ഇരിക്കുന്നത്, ഒരു സൂമിന്റെ മുമ്പിലല്ല ഇരിക്കുന്നത്, ജീവനുള്ള കല്ലിന്റെ മുമ്പിലായിരിക്കുന്നേ. ജീവനുള്ള കല്ലിന്റെ മുമ്പിലായിരിക്കുന്നേ. ജീവനുള്ള കല്ലിന്റെ മുമ്പിലായിരിക്കുന്നേ. ലോകത്തിൽ ഒരു കല്ലും സംസാരിച്ച ചരിത്രമില്ല. എന്നാൽ ജീവനുള്ള കല്ലായ യേശു സംസാരിക്കുന്നു. ജീവനുള്ള കല്ലായ യേശു സംസാരിക്കുന്നു. പിളർന്ന പാറ സംസാരിക്കുന്നു. പിളർന്ന പാറ സംസാരിക്കുന്നു. എല്ലാ പാറയും പൊട്ടുമ്പോൾ വെള്ളം വരുന്നില്ല. എന്നാൽ കർത്താവായ യേശു എന്ന പാറ പിളർന്നപ്പോൾ വെള്ളം പുറപ്പെട്ടു. പഴയ നിയമത്തിൽ മോശ പാറ പിളർത്തിയപ്പോൾ വെള്ളം പുറപ്പെട്ടു. പുതിയ നിയമത്തിൽ ഈ പാറയാകുന്ന യേശു പിളർന്നപ്പോൾ രക്തം പുറപ്പെട്ടു. ആ രക്തമാണ് നമ്മുടെ രക്ഷയുടെ അടയാളം. ഹല്ലേലൂയ. അപ്പൊ ജീവനുള്ള കല്ലിന്റെ അടുത്താണ് മാന്യ സുഹൃത്ത് വന്നിരിക്കുന്നത്. ജീവനുള്ള കല്ലിന്റെ അടുത്ത് മാന്യ സുഹൃത്ത് വന്നിരിക്കുമ്പോൾ ഇത് നിങ്ങളെ തള്ളു എന്ന് പറയാനല്ല, നിങ്ങൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട്, നിങ്ങൾ ഇവരെ പോലെ ആകാത്തത് കൊണ്ട്, ഇവരെ പോലെ ചെയ്യാത്തത് കൊണ്ട് മനുഷ്യർ നിങ്ങളെ തള്ളിക്കുകയാണ്. പക്ഷേ ജീവനുള്ള കല്ലായ യേശുവിന്റെ അരികിൽ നിങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ ആ കല്ലിന്റെ മേൽ കയറ്റിവെച്ച് പണിയാനാ കർത്താവ് കൊണ്ടുവന്നേ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നിങ്ങൾ പണിയപ്പെടണമെന്ന് ദൈവം ഇങ്ങനെ പല സന്ദേശങ്ങളിലൂടെ അറിയിക്കുന്നതിൻ്റെ പിന്നിൽ എത്രത്തോളം നിങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ആഴം കിടക്കുകയാണ്. അപ്പം നിങ്ങൾ പണിയപ്പെടാൻ പോവുകയാണ്. തകർന്ന വ്യക്തിയായിരിക്കാം, പണിയപ്പെടാൻ പോവുകയാണ്. ഒരാമയം പറഞ്ഞ്, തകർന്ന വ്യക്തിയായിരിക്കാം, പണിയപ്പെടാൻ പോവുകയാണ്. തകർന്ന വ്യക്തിയായിരിക്കാം, പണിയപ്പെടാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ, ഇത് കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22 ഒന്ന് വന്നാട്ടെ. അത് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ നമുക്കൊരു ആത്മീയ വർധനവ് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിലയുള്ളൊരു മനുഷ്യനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പടി നമ്മൾ ദൈവത്തിൻ്റെ ഫലങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങണം. തുടക്കത്തിൽ തന്നെ ശമൂവേലിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു, 1-ാം പുസ്തകത്തിലൂടെ വായിച്ചു, ദൈവം പുറന്നോക്കിയല്ല നമുക്ക് മാർക്കിടുന്നേ, നമ്മളെ ഉപയോഗിക്കുന്നത് ദൈവം ആകമാ നോക്കുന്നത്. നമുക്ക് അഭിഷേകത്തിൽ വർധനവ് വരണമെങ്കിലും, നമുക്ക് കൃപാവരങ്ങളിൽ നമ്മൾ പ്രയോജനപ്പെടണമെങ്കിലും, നമ്മളെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവം തന്ന ഫലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഭയങ്കര എന്നേക്കാൾ വലിയ വിലയുള്ള വ്യക്തിയായി മാറുവാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങളെക്കാൾ വലിയ വിലയുള്ള വ്യക്തിയായി മാറുവാൻ എനിക്ക് കഴിയും. അത് എൻ്റെ മാത്രം പരിധിയിലിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് പോലും അതിനകത്ത് യാതൊരു റോളും ഇല്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാര്യം എന്താണ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നോക്കി, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണം പോലും ഇല്ല. യേശു ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി വിലയുള്ള മനുഷ്യനായി തീരാൻ ഉള്ള പവർ മീറ്റിങ്ങുകൾക്ക് മുഴുവൻ പോയിട്ട് കാര്യമില്ല, ഉള്ള സ്ഥലത്ത് പോയി കിടന്ന് ചാടിയിട്ട് കാര്യമില്ല, എല്ലാ സ്ഥലങ്ങളിലും പോയി നമ്മൾ കൂടിയിട്ട് കാര്യമില്ല. കൂടുന്നടുത്ത് നിന്ന് നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിനകത്ത് അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിറ്റിനകത്ത് ആത്മാവ് തന്നിരിക്കുന്ന ഫലങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം, പ്രവർത്തിപ്പിക്കണം.
ഞാനൊരു ഭൂതശാന്തി ശുശ്രൂഷ പ്രവർത്തിപ്പിക്കുന്നതിനു മുൻപേ ഞാൻ എൻ്റെ ആത്മാവിൽ പകർന്നിരിക്കുന്ന സ്നേഹമെന്ന കൃപ പ്രകടിപ്പിക്കണം. ഞാനൊരു രോഗിയെ സൗഖ്യമാക്കുന്ന കൃപാവരം പ്രയോഗിക്കുന്നതിനു മുൻപേ എൻ്റെ അകത്തുള്ള സന്തോഷം എന്ന വികാരം, സൗമ്യത എന്ന വികാരം, സൗമ്യത എന്ന ഫലം, ഇന്ദ്രിയ ജയം എന്ന ഫലം, പരോപകാരം എന്ന ഫലം ഞാൻ പ്രകടിപ്പിക്കണം. ഞാൻ ഇതുവരെ എന്നിൽ ആക്റ്റീവായിട്ടില്ലാത്ത ഭൂതശാന്തി, രോഗശാന്തി, പ്രവചനപരം, വ്യാഖ്യാനപരം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കയറി അള്ളിപ്പിടിച്ച് പ്രാർത്ഥിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഞാനെന്ന മനുഷ്യനിൽ ദൈവം പകർന്നിരിക്കുന്ന ഫലങ്ങളാകുന്ന, വരങ്ങൾ അവിടെ നിൽക്കട്ടെ, ആത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, സൗമ്യത, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയ ജയം, ഈ വക ഞാൻ പ്രകടിപ്പിക്കാതെ അതിനെല്ലാം മ്യൂട്ടാക്കി ഇട്ടിട്ട്, അതിനെയൊക്കെ മ്യൂട്ടാക്കി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഫലങ്ങളെ ഞാൻ മ്യൂട്ടാക്കി ഇട്ടിട്ട് നമുക്കിഷ്ടമുള്ളവരെ മാത്രമേ നമ്മൾ സ്നേഹിക്കത്തുള്ളൂ, നമുക്ക് ബോധിച്ചവരെ മാത്രമേ നമ്മൾ കൂട്ടത്തുള്ളൂ, നമുക്ക് ബോധിച്ചവരെ മാത്രമേ, നമുക്കൊരു മനുഷ്യനൊരു സഹായം ചെയ്യത്തില്ല, ഒരു പരോപകാരം ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വലിയ ഭൂതശാന്തി ശുശ്രൂഷകനും രോഗശാന്തി ശുശ്രൂഷകനും ദൈവം അതിശക്തമായി സംസാരിക്കുന്ന വായുവൊക്കെ ആകണമെന്ന് പറയുമ്പോൾ കർത്താവ് ഒന്ന് 2 വട്ടം ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. കാരണം ബൈബിൾ പറയുന്നു ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ലെന്ന്. ന്യായപ്രമാണം പോലും ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവസന്നിധിയിൽ വിലയുള്ളൊരു മനുഷ്യനായി മാറാൻ ഉള്ള കാരണം എന്താണ്? ദൈവസന്നിധിയിൽ വിലയുള്ള മനുഷ്യനായി മാറാനുള്ള കാരണം എന്താണ്? ദൈവസന്നിധിയിൽ വിലയുള്ള മനുഷ്യനായി മാറാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ നാം പ്രയോജനപ്പെടുന്നവരായിരിക്കും. ആത്മാവിൻ്റെ വരങ്ങളല്ല, ഫലങ്ങൾ. ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് അല്ല, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. നമ്മൾ അതിൽ ആക്റ്റീവ് ആണെന്ന് ദൈവത്തിന് ബോധ്യം വരുമ്പോൾ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് താനേ വന്നോളൂ. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉപവസിക്കുന്നതിൽ തെറ്റില്ല, ഉപവസിക്കണമെന്നും ഇല്ല. ഉപവസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ഷാർപ്പാകാനായിട്ട് ഉപവസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചെയ്യുന്നത് നല്ലതാണ്, അത് ഷാർപ്പാകും. പക്ഷേ ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആക്റ്റീവ് ആക്കാതിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ ദൈവത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദീപു കൃഷ്ണൻ എന്നൊരു വ്യക്തിയെ കാണേണ്ട കാര്യമില്ല, ഒരാവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവം ഉപയോഗിക്കുന്ന ദീപു കൃഷ്ണനെ കാണണം, അല്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എൻ്റെ ഒന്നും നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്കില്ല, എൻ്റെ ഒന്നും തന്നെ പഠിപ്പിക്കാൻ എനിക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെതായ ചിലത് ഞാൻ പഠിപ്പിക്കണം, അല്ലേ? അതെന്താ? ഞാൻ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന ആ ഭൂതമിളകട്ടെ എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? എന്നിലെ സ്നേഹം നിങ്ങൾക്ക് വേണം, എൻ്റെ സൗമ്യത നിങ്ങൾക്ക് വേണം, എന്നിലെ എൻ്റെ ഇന്ദ്രിയ ജയം ഞാൻ വർക്ക് ചെയ്യിക്കണം, വേണ്ടേ? ഞാൻ പല ടൈപ്പ് ആൾക്കാരെ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇന്ദ്രിയ ജയം ഇല്ലെങ്കിലോ, എൻ്റെ വായ്ക്ക് നിയന്ത്രണം ഇല്ലെങ്കിലോ, എൻ്റെ കണ്ണിന് നിയന്ത്രണം ഇല്ലെങ്കിലോ, എനിക്ക് പക്വതയോട് കാര്യങ്ങൾ ചെയ്യാനൊരു കഴിവില്ലെങ്കിലോ, അപ്പം ഞാൻ ആത്മാവിൻ്റെ വരങ്ങളുണ്ടായിട്ട് കാര്യമില്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ ഞാൻ ദൈവം വരങ്ങൾ കണ്ടല്ല മാർക്കിടുന്നത്, ഫലങ്ങൾ കണ്ടാണ് മാർക്കിടുന്നത്. ഇന്ന് മുതൽ ദൈവസന്നിധിയിൽ വിലയുള്ളൊരു മനുഷ്യനാകാൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതലുള്ള കാര്യങ്ങൾ നാം നിശ്ചയമായിട്ടും പാലിച്ചിരിക്കുക. ദൈവസന്നിധിയിൽ നമുക്ക് വില വേണം, നമുക്ക് വിലയുള്ളൊരു മനുഷ്യനായിരിക്കണം. ദൈവം വില വെച്ചാൽ മനുഷ്യൻ നിന്നെ വില വെക്കും. ദൈവം അക്സെപ്റ്റ് ചെയ്താൽ മനുഷ്യർ നിന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ എവിടെയോ ചില വിള്ളലുകൾ നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇന്ന് മുതൽ ചെയ്യണം കേട്ടോ. ഹെൽപ്പ് ചെയ്യണം. പരോപകാരം വേണം. ഇന്ദ്രിയജയം ഉണ്ടോ? വേണം. ഇന്ദ്രിയജയം വേണം.
അതിപ്പോൾ പാസ്റ്റർക്ക് മാത്രം പോരാ, പാസ്റ്ററിൻ്റെ വൈഫിന് മാത്രം പോരാ, സകല മനുഷ്യർക്ക് ഇന്ദ്രിയ ജയമാണ്. ഇന്ദ്രിയ ജയം ഇല്ലാത്തതാണ് ഇന്നിപ്പോൾ 9 മരണം വരെ ജീവപര്യന്തത്തിന് തടവി കിടക്കുന്നത്. ഇന്നത്തെ ന്യൂസാണ്. ഇന്ദ്രിയ ജയം ഇല്ലാത്ത കാര്യമാണ് മരണം വരെ തടവ് ശിക്ഷ എന്ന് പറഞ്ഞ് ഇന്ന് 9 ലോക്കപ്പിൽ കയറി കിടക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയ ജയം വേണം നമുക്ക്. അഭിഷേകം ഉണ്ടായിരുന്നു ശിംശോന്, ഇന്ദ്രിയ ജയം ഇല്ലായിരുന്നു. അഭിഷേകം ഉണ്ടായിരുന്നു ശിംശോന്, ഇന്ദ്രിയ ജയം ഇല്ലായിരുന്നു. വരങ്ങളുണ്ടായിരുന്നു, പക്ഷേ പല ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റും ഡീആക്ടിവേറ്റഡ് ആയിരുന്നു, അല്ലെ മ്യൂട്ടായിരുന്നു. ദാവീദ് ഇടയ്ക്ക് ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റും ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് അല്ല, പക്ഷെ ചില സമയം അദ്ദേഹം പോയി. കാര്യം എന്താ? ഇന്ദ്രിയ ജയം നഷ്ടപ്പെട്ടു. സുഹൃത്തെ, അഭിഷേകം പോകാൻ വേറെ പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. അഭിഷേകം പോകാൻ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, അത് കണ്ണ് മാത്രമല്ല ബാക്കിയുള്ളതുമുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അകത്ത് എണ്ണം കൂട്ടാം. പലതും നമ്മൾ ഇന്ദ്രിയ ജയത്തിനകത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. പലതും ഇന്ദ്രിയ ജയത്തിനകത്ത് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ചിലർക്ക് കണ്ണിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ചിലർക്ക് നാക്കിനാണ് നിയന്ത്രണം ഇല്ലാത്തത്. ചിലർക്ക് നാക്കിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ചിലർക്ക് ചിന്തകൾക്കാണ് നിയന്ത്രണം ഇല്ലാത്തത്. ചിലർക്ക് ഇത് 3നും നിയന്ത്രണം ഉണ്ടെങ്കിൽ ചിലർക്ക് മനസ്സിനാണ് നിയന്ത്രണം ഇല്ലാത്തത്, ഹൃദയത്തിനാണ് നിയന്ത്രണം ഇല്ലാത്തത്. അപ്പം അങ്ങനെ പലതും നമ്മൾ ഇന്ദ്രിയത്തിനകത്ത് പെടുത്തേണ്ടി വരും ഈ ക്രിസ്തീയ ജീവിതത്തിൽ. ഇന്നത്തെ ഈ മോഡേൺ ഈ AI വേൾഡിൽ നമ്മൾ അതെല്ലാം ഇന്ദ്രിയങ്ങൾക്കകത്ത് പെടുത്തേണ്ടതായിട്ട് വരും. ദൈവസന്നിധിയിൽ വിലയുള്ളവനായി മാറുന്നതും മാന്യനായി ദൈവസന്നിധിയിൽ മാറുന്നതിനും മാന്യതയില്ലാത്തവനായി ദൈവസന്നിധിയിൽ തഴയപ്പെടുന്നതിനും ഇത് കാരണമായി തീരുമെന്ന് നമ്മൾ ഓർക്കുക. അബ്രഹാം നമുക്ക് നല്ലൊരു മാതൃകയാണ്. മീഖായുടെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായത്തിലേക്കും ദൈവമക്കൾ വന്നാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മീഖായുടെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാനെന്നെ നൽകിടുന്നു സമ്പൂർണമായി സമർപ്പിക്കുന്നു, കുശവന്റെ കയ്യിലെ മൺപാത്രം ഞാൻ, എന്നെ ഒന്നു നീ പണിയേണമേ. മീഖായുടെ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഹല്ലേലൂയ. വചനം ഒന്ന് വായിച്ചേ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും. അപ്പോൾ ദൈവസന്നിധിയിൽ വിലയുള്ള മനുഷ്യ, നമ്മൾ എങ്ങനെ ആയിരിക്കണം? ദൈവസന്നിധിയിൽ വിലയുള്ള നമ്മൾ എങ്ങനെ ആയിരിക്കണം? ന്യായം പ്രവർത്തിക്കണം, ദയ തൽപരനായിരിക്കണം. ദയ വേണം. മനുഷ്യരോട്, ജീവികളോട് നമുക്ക് ദയ ഉണ്ടാകണം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അഹങ്കാരിയായിട്ടോ തലക്കനമുള്ളവനായിട്ടോ ഡിഗ്രി കൂടിയവനായിട്ടോ ലാംഗ്വേജ് ഉള്ളവനായിട്ടോ ഭയങ്കര ഉദ്യോഗസ്ഥനായിട്ടോ ബിസിനസ്സുകാരനായിട്ടോ ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള മനുഷ്യനായിട്ട് ജീവിക്കാനല്ല, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയവനായി മാറാൻ ഭയങ്കര എളുപ്പമാണെന്ന് മീഖാ പ്രവാചകൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഭയങ്കര ഈസിയാ ദൈവസന്നിധിയിൽ വിലയുള്ള മനുഷ്യനായി മാറാൻ. മനുഷ്യർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തുമാത്രം പണം ചെലവാക്കുന്നു അല്ലേ? എന്തൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നു. അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, അവർ നമ്മളെ ഓർക്കാൻ വേണ്ടി നമ്മൾ എന്തോരം പണം ചെലവാക്കുന്നു, എന്തെല്ലാം കോഷ്ടി കാട്ടിക്കൂട്ടുന്നു. അവർക്കിഷ്ടപ്പെട്ടതുപോലെ ചിരിക്കുന്നു, അവർക്കിഷ്ടപ്പെട്ടതുപോലെ സംസാരിക്കുന്നു, അവർക്കിഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നു അല്ലേ? പക്ഷേ മോളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിലയുള്ളവനായി മാറാൻ ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ദൈവം
ചോദിച്ചില്ല. അപ്പം പിന്നെ വിലയുള്ളവനായി മാറിക്കൂടെ? ഇന്നു മുതൽ വിലയുള്ളവനായി മാറരുതോ? പറ്റാത്ത കാര്യമെല്ലാം കർത്താവ് പറഞ്ഞോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയേ? എനിക്കുണ്ടായിരുന്നൊരു വില, ഞാൻ കർത്താവിനെ അറിഞ്ഞ നാളിൽ എനിക്കുണ്ടായിരുന്നൊരു വില, അത് ഇപ്പോൾ എന്നിൽ തുടരുന്നുവോ? യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിയണം, മടങ്ങി വരണം. ദൈവം നിന്നെ അനോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്, ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ സന്ദേശം കേട്ടത്. കമോൺ, എല്ലാ കണ്ണുകളും അടയട്ടെ. റാംസി ബ്രെഡോ കൗണ്ടോ ശൈലി ബ്രെഡായ സിയ ഇൻ ദ നെയിം ഓഫ് ലിബ്രഡോ ഷിയാന്തേരിയാം തെരരഗോ ലിബാന്തോര വൈശസിയ ലിമാമാമായേ റാംസെരി ബാമാമായ ശിലരമാമായോ Libre baba baba bagoshiante ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണമാ സമർപ്പിക്കുന്നേ കുശവന്റെ കയ്യിൽ മൺപാത്രം ഞാൻ എന്നെ ഒന്നു നീ പണിയേണമേ. ഹോ ജീസസ്, ഈ സമയം നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ജീവനെ ഒന്ന് ചോദിച്ചേ. നിന്നെ ജീവനുള്ളൊരു കല്ലായി, ജീവനില്ലാത്തൊരു വ്യക്തിയായി സാത്താൻ നിന്നെ നയിച്ചുവെങ്കിൽ, ഈ സെക്കൻഡിൽ ജീവനുള്ള മനുഷ്യനായി, ജീവനുള്ള കല്ലായി, ജീവനുള്ള വ്യക്തിയായി കർത്താവ് നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെ. ജീവനുള്ള വ്യക്തിയായി ജീവനുള്ള. ഇന്ന് കർത്താവിനോട് പറയണം, അപ്പാ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ജീവൻ ഇന്ന് വരണം. കാരണം ഇന്ന് ദൈവാത്മാവ് പറഞ്ഞിരിക്കുകയാണ്, നീ വന്നത് ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അരികിലായതുകൊണ്ട് നിന്നെ ജീവനുള്ളൊരു വ്യക്തിയാക്കി ദൈവം മാറ്റുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും എല്ലാ കെട്ടുകളും ഈ സെക്കൻഡിൽ അഴിയട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. സകല മേഖലയുടെ മേൽ പണിക്ക് തടസ്സമായി, പണിയപ്പെടലിന് തടസ്സമായിരിക്കുന്ന സകല കെട്ടുകളും സകല ബന്ധനങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ, പൊട്ടിമാറട്ടെ. സകല വൈരിയുടെ ബലവും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. In the name of Jesus, യേശുവിൻ്റെ നാമത്തിൽ ഒരു പണിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഈ മീറ്റിങ്ങിനകത്ത് കൊണ്ടുവന്നെങ്കിൽ, ചില ആലോചനകൾ ദൈവാത്മാവ് തന്നെങ്കിൽ, കർത്താവ് പറയുന്നു, നിന്നോട് ദൈവം ആവശ്യപ്പെട്ടത് സിമ്പിളായ കാര്യമായതുപോലെ ദൈവത്തിന് നിന്നെ ആ കാര്യത്തിലേക്ക് വളരെ സിമ്പിളായി കൊണ്ടുവരുവാനായി സാധിക്കും. ഒരു തീരുമാനമെടുക്കട്ടെ, ഒരു തീരുമാനമെടുക്കട്ടെ. ഇന്ന് ചില മനസ്സുകളൊക്കെ തുറക്കപ്പെടട്ടെ, ചില മനസ്സുകൾ തുറക്കപ്പെടട്ടെ, ചിന്തകൾ തുറക്കപ്പെടട്ടെ, ബുദ്ധി തുറക്കപ്പെടട്ടെ. സാത്താൻ ബന്ധിച്ചു വെച്ചത്, സാത്താൻ ദുരുപദേശത്തിനകത്ത് കെട്ടിവെച്ചതൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അഴിച്ചിരിക്കുകയാണ്. ദൈവം അഴിച്ചിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ ശക്തി അഴിച്ചിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്കൊന്ന് കയറി പുതിയൊരു എണ്ണ പ്രാപിച്ച്, ഒരു പുതിയൊരു എണ്ണ തേച്ച്, പുതിയൊരു എണ്ണ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാം. ആത്മാവിൽ പണിയപ്പെടട്ടെ, ആത്മാവിൽ പണിയപ്പെടട്ടെ. ഓരോ ജനത്തെയും, ഓരോ ബാലിക ബാലന്മാർ പോലും ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ പണിയപ്പെടട്ടെ. ഓരോ ശുശ്രൂഷകരും ഇന്ന് ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തിയിൽ നിറയപ്പെടട്ടെ. ഓരോ ശുശ്രൂഷകരും പരിശുദ്ധാത്മ ജീവനിൽ നിറയപ്പെടട്ടെ. ഓരോ പ്രാർത്ഥിക്കുന്ന മനുഷ്യരും ഇന്ന് പുതുബലത്തിൽ നിറയപ്പെടട്ടെ. Mighty name of Jesus. Libani amsetharu faramamamaya likride mashe bredena. Oh hallelujah. ആപത്തിലും രോഗത്തിലും ആപത്തിലും
രോഗത്തിലും അവനാണെനിക്കഭയം. യേശുവാണെനിക്കഭയം. പിതാവേ, ഈ സമയം ഓരോ ജനത്തെയും ദിവ്യ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവാത്മാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച മഹാസ്നേഹത്തിന് നന്ദി. തൃക്കൈയിലേക്ക് ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് ഇരട്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിന്നതിനായി സ്തോത്രം. തിരുനാമം എപ്പോഴും മഹിമപ്പെടട്ടെ. ഈ പ്രിയപ്പെട്ടവർ ഏതെല്ലാം വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഞരങ്ങുന്നു, അതിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം വെളിപ്പെട്ടു വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ മഹാസാന്നിധ്യം എന്നെ തൊട്ടു എന്നെത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം എന്നെ ഇന്ന് തൊട്ടു. ഞാൻ ഇന്ന് പുതിയൊരു നിലവാരത്തിലേക്ക് ഞാൻ കയറുകയാണ്. ഞാൻ ഇന്ന് പുതിയൊരു മഹത്വത്തിൻ്റെ സാക്ഷിയായി ഞാൻ മാറാൻ പോകുകയാണെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു. യെസ്, മഹത്വം കണ്ട ആ സാക്ഷികളാക്കി കർത്താവ് നിങ്ങളേവരെയും മാറ്റട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen, amen, amen.